Fellow gamers, please don't hate me for this. I've hated The Witcher 3. No! No! വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പൺ വേൾഡ് ഗെയിംസ് എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ഗെയിം ഓഫ് ദി ഇയർ അതുപോലെ കുറെ അവാർഡ്സ് വാരിക്കൂട്ടിയ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ബട്ട് ഐ ഹാവ് മൈ റീസൺസ്. പണ്ട് മുതലേ സ്റ്റോറി ഡ്രൈവൻ ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഓപ്പൺ വേൾഡ് ഗെയിം ആണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടം കൂടും. ടോട്ടൽ ഓവർഡോസ് അല്ലെങ്കിൽ GTA 3, വൈസ് സിറ്റി, സാൻ ആൻഡ്രിയാസ്, അസാസിൻസ് ക്രീഡിന്റെ പണ്ടത്തെ കുറെ ഗെയിംസ്, ഇതുപോലെ ഒരുപാട് ഗെയിംസ്, ബുള്ളി സ്കോളർഷിപ്പ് എഡിഷൻ, അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഗെയിംസ് ഞാൻ കളിച്ചിട്ടുണ്ട്, ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കാലം കടന്നു പോകും തോറും ഈ ഗെയിംസിന്റെ ക്വാളിറ്റി കൂടി കൂടി വന്നു. ഏതൊരു ആസ്പെക്റ്റിൽ നിന്ന് നോക്കിയാലും, ഗ്രാഫിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ നോക്കിയാലും ഗെയിംസ് മെച്ചപ്പെട്ട് വന്നിട്ടിരുന്നു. 2020 ഞാൻ ഒരു ഗെയിം കളിച്ചു. ആ ഒരു ഗെയിം വാസ് ദ പീക്ക് ഓഫ് മൈ ഗെയിമിംഗ് എക്സ്പീരിയൻസ്. ആ ഗെയിമാണ് റെഡ് ഡെഡ് റിഡംപ്ഷൻ 2. ഈ ഒരു ഗെയിമിന് ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ഗെയിം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊരു ഗെയിം കളിച്ചാലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മൾ അറിയാതെ പോലും റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്ത് തുടങ്ങും. ഓൾറെഡി റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അതുപോലെയുള്ള ഒരു ഓപ്പൺ വേൾഡ്, നല്ല സ്റ്റോറിയൊക്കെ ഉള്ള, റിച്ച് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ഉള്ള ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരുപാടൊന്നും അന്വേഷിക്കാതെ തന്നെ ഏറ്റവും മുമ്പിൽ വരുന്നത് വിച്ചർ 3 ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് എവർ ക്രിയേറ്റഡ് എന്നുള്ള രീതിയിലാണ് വിച്ചർ 3നെ കുറിച്ച് ആളുകൾ പറയുന്നത്. അപ്പോൾ വിച്ചർ 3നെ കുറിച്ച് പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ കാണുന്നുള്ളൂ. വലിയ ഒരു ഓപ്പൺ വേൾഡ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ വേൾഡ് ആണ്, നല്ല റിച്ച് സ്റ്റോറിയാണ്, ക്യാരക്ടേഴ്സിന് അതിൻ്റെതായ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്, ഈവൻ സൈഡ് ക്വസ്റ്റുകൾ പോലും അത്രയധികം എൻഗേജിങ് ആണ്, ഫണ്ണാണ് എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഹാരി പോട്ടർ അല്ലെങ്കിൽ ലോർഡ് ഓഫ് ദ റിങ്സ് ഇതുപോലെയുള്ള മൂവീസ് ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഫിക്ഷൻ ഉള്ള, നല്ല സ്റ്റോറി ടെല്ലിംഗ് ഉള്ള ഒരു വലിയ ഓപ്പൺ വേൾഡ് ഗെയിം എന്നുള്ള രീതിയിൽ ഐ വാസ് റിയലി ഹൈപ്ഡ് അപ്പ് ഫോർ ദിസ് ഗെയിം. ഈ ഗെയിം ഞാൻ കളിച്ചു. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു ഗെയിം ഞാൻ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂ പറയാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ ഐ എം ജസ്റ്റ് ഷെയറിംഗ് ഹൗ ഐ ഫെൽറ്റ് വെൻ ഐ പ്ലേഡ് ദിസ് ഗെയിം. അപ്പോൾ ഈ ഗെയിം കളിച്ചപ്പോൾ ആദ്യം തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഈ ഒരു ഗെയിമിനേലും ഹൈ ഗ്രാഫിക്സ് ഡിമാൻഡ് ചെയ്യുന്ന പല ഗെയിംസും എൻ്റെ PC-യിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ വിച്ചർ 3 അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തു. കാരണം എല്ലാ സെറ്റിംഗ്സും ഹൈ ഇടുമ്പോഴേക്കും നല്ല രീതിയിൽ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാര്യം, നമ്മളുടെ ക്യാരക്ടർ ഗെറാൾട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആളുടെ മൂവ്മെന്റ്സും ആനിമേഷൻസ് എല്ലാം ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നി. അത് മേ ബി ഈ പറഞ്ഞതുപോലെ റെഡ് ഡെഡ് റിഡംപ്ഷൻ ഒക്കെ കളിച്ചിട്ട് അതിനുശേഷം വിച്ചർ കളിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് കാര്യമൊക്കെയില്ല. അതിനെ ഗെയിം തുടങ്ങിയിട്ട് കുറെ നേരമായിട്ടും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും കട്ട് സീൻസും കോൺവെർസേഷൻസ് ഒക്കെയാണ്. ഗെയിം പ്ലേ കുറവായിട്ടുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ അപ്പോൾ ഓർത്തു, എന്തായാലും ഒരു സ്റ്റോറി ഡ്രൈവൻ ആയിട്ടുള്ള ഗെയിമാണ്. ഓക്കെ, സ്റ്റോറി ഓരോരോ ക്യാരക്ടേഴ്സിനെ സ്ലോലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ, സ്റ്റോറിയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും എന്തായാലും ഫൺ എലമെന്റ്സ് ഒക്കെ വന്നു തുടങ്ങും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും കട്ട് സീൻസ് എല്ലാം കണ്ട് ബോറടിച്ചു. ഇനി ഗെയിം പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ കോമ്പാറ്റിനെ കുറിച്ച് പറയാം. വിച്ചർ 3ലെ കോമ്പാറ്റ് ഈവൻ ഡൈ ഹാർഡ് വിച്ചർ ഫാൻസ് പോലും അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. കോമ്പാറ്റ് ഇസ് വെരി ക്ലങ്കി. ഇത് വളരെ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള, ഒട്ടും ഫ്രഷ് അല്ലാത്ത, ഒട്ടും വെറൈറ്റി ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് കോമ്പാറ്റും ഫൈറ്റിംഗ് മെത്തേഡൊക്കെയാണ് വിച്ചർ 3ൽ ഫോളോ ചെയ്യുന്നത്. കുറെ കട്ട് സീൻസ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഗെയിം പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗെയിം പ്ലേയിലത്തെ ഫൺ എലമെന്റ്സ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ. കോമ്പാറ്റ്, അതുപോലെയുള്ള ഓപ്പൺ വേൾഡ് എക്സ്പ്ലോറേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ കോമ്പാറ്റ് ഫസ്റ്റ് തന്നെ ഡിസപ്പോയിന്റഡ് മീ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഇതേപോലെ ഈ ഗെറാൾട്ടിന്റെ ഇങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള റോബോട്ടിക് കൈൻഡ് ഓഫ് മൂവ്മെന്റ്സും കുറെ ലോങ് ആയിട്ടുള്ള കോൺവെർസേഷൻസും പിന്നെ ഇതേപോലെ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത കോമ്പാറ്റും ഇതൊക്കെ കൊണ്ട് എനിക്ക് ഈ ഗെയിം കളിക്കാൻ തോന്നിയില്ല. ഞാൻ അവിടെ നിർത്തി. ഇത്രയധികം ഫാൻസ് ഉള്ള ഗെയിം, ഇത്രയും ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് ഈ ഒരു ഓപ്പൺ വേൾഡിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ ഇത്രയും അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നോർത്തപ്പോൾ ഐ ഫെൽറ്റ് ബാഡ്. ഐ റിയലി വാണ്ടഡ് ടു ലൈക്ക് ദിസ് ഗെയിം, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് അമിത പ്രതീക്ഷകളുടെ ഭാരം എല്ലാം ഇറക്കി വെച്ച് ഈ റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 എന്നുള്ള ഒരു സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് വിച്ചർ 3 എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ, ആ ഒരു മൈൻഡ് സെറ്റിൽ, ചെറിയ എക്സ്പെക്ടേഷനിൽ എല്ലാം താഴെ വെച്ച് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഉറപ്പ്, നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം, നിങ്ങൾ നിരാശപ്പെടുത്തില്ല. സെക്കൻഡ് ടൈം കളിച്ചപ്പോഴും എനിക്കിത് ഒട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അതുകൊണ്ട് ഞാൻ നിർത്തി, പരിപാടി നിർത്തി. എന്നിട്ട് PS5 ഒക്കെ എടുത്തതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് റീസെന്റ് ആയിട്ട് വീണ്ടും പറഞ്ഞു, എടാ വിച്ചർ 3 ട്രൈ ചെയ്ത് നോക്ക്, അത് കിഡിലൻ ഗെയിമാണ്, പീക്ക് ലെവൽ ഓഫ് ഗെയിമിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനപ്പോൾ ഓൾറെഡി അവനോട് പറഞ്ഞു, ഞാനത് ട്രൈ ചെയ്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു, ആദ്യത്തെ കുറച്ച് ഹവേഴ്സ് നീ ഒന്ന് പേഷ്യന്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്റ്റോറി ഭയങ്കരമായിട്ട് ഗ്രിപ്പിംഗ് ആവും, ഇതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ശരിയാണ്, അതെല്ലാം ശരിയാണ്, അതിലൊന്നും ഞാൻ ഡിസഗ്രി ചെയ്യുന്നില്ല.
പക്ഷേ ഞാൻ തേർഡ് ടൈം വീണ്ടും PS5 മേടിച്ചതിന് ശേഷം വിച്ചർ 3യുടെ PS5 വേർഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. വിച്ചർ 3യുടെ PS5 വേർഷനിലും ഈ ഗെറാൾട്ടിന്റെ മൂവ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഫിക്സ് ചെയ്തത് പോലെയൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും ഗ്രാഫിക്കലി എനിക്ക് ഫുൾ സെറ്റിംഗ്സിലൊക്കെ ഇട്ട് ഈ ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗെയിം എന്തായാലും ഇഷ്ടപ്പെടണം. കാരണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ നോക്കി. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കട്ട് സീൻസും കോൺവെർസേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു സ്റ്റോറിയുടെ ബിൽഡപ്പ് ആണ്. പിന്നെ കോമ്പാറ്റ് അത്ര പോരാ, എന്നാലും അത് കുഴപ്പമില്ല. വേറെയും കാര്യങ്ങളുണ്ടല്ലോ ഒരു ഗെയിമിനെ നന്നാക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് ഓപ്പൺ വേൾഡ് എക്സ്പ്ലോറേഷൻ ആണ്. അപ്പോൾ പല ടൈപ്പ് ലൊക്കേഷൻസ് ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ സീനറി ഉണ്ട് ഈ ഒരു ഗെയിമിൽ. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതിലൊക്കെ ആയിരിക്കും കുറേ ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ സൈഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, സൈഡ് ക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഈ സൈഡ് ക്വസ്റ്റുകൾ പോലും വളരെയധികം എന്റർടൈനിങ് ആണ്, എൻഗേജിങ് ആണെന്നെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതിലൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഈ ഗെയിം വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ഒരു ഓപ്പൺ വേൾഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, ഇത്രയും വലിയൊരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിലുള്ളത് നമ്മളുടെ ഹോഴ്സാണ്, നമ്മളെ കുതിരയാണ്. ഈ ഒരു സാധനം നമ്മൾ എവിടെ പോയാലും ഓരോ സ്ഥലത്തും സ്റ്റക്കായി നിൽക്കും. എനിക്ക് ഇത് ഇത്രയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് ഈ ഗെയിമിൽ വേറെ ഉണ്ടായിട്ടില്ല. കുതിരയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഓർത്തു കോമ്പാറ്റ് എത്രയോ നല്ലതാണ്, കോമ്പാറ്റ് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും. ആദ്യത്തെ കുറച്ച് മണിക്കൂർ ഒന്ന് പേഷ്യന്റ് ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം അങ്ങോട്ട് കത്തും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഒരു മിഷൻ വരുന്നു, ഒരു മോൺസ്റ്ററിനെ ഹണ്ട് ചെയ്യണം. ഗെറാൾട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഒരു മോൺസ്റ്റർ ഹണ്ടർ ആണല്ലോ. അപ്പോൾ ഒരു മോൺസ്റ്ററിനെ ഹണ്ട് ചെയ്യണം. ഫസ്റ്റ് മോൺസ്റ്റർ ഹണ്ടിങ് മിഷൻ വരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, ഇവിടെ തൊട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇനി ഫൺ എൻഗേജിങ് എലമെന്റ്സ് ഒക്കെ വരുന്നതെന്ന്. അപ്പോൾ മോൺസ്റ്റർ ഹണ്ടിങ് എന്ന് പറയുമ്പോൾ ഞാനൊരു വലിയ ഒരു ബാറ്റിലൊക്കെയാണ് ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്തത് ഇതുപോലെ. പക്ഷെ ഇതാണ് എനിക്ക് കിട്ടിയത്. And I've got to say, in all honesty, it's the biggest piece of dog shit that I have ever heard. കുറച്ച് മണിക്കൂറുകൾ കൂടി ഞാൻ ഈ ഗെയിം കളിച്ചു. എന്നിട്ട് എനിക്ക് ഈ ഗെയിം സെറ്റ് ആവില്ലെന്ന് മനസ്സിലായി. ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗെയിം നിർത്തി. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞാനൊരു റിവ്യൂ ആയിട്ട് പറഞ്ഞതല്ല. ഞാൻ ഈ ഒരു ഗെയിം വളരെ കുറച്ച് ഭാഗമേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത അത്രയും മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. അപ്പൊ എനിക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ ആ ഒരു ഗെയിമിൽ നല്ലൊരു സ്റ്റോറി ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്, ക്യാരക്ടേഴ്സിനൊക്കെ ഡെപ്ത് ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ബിയോണ്ട് ഓൾ ദാറ്റ് ദ ഗെയിം ഷുഡ് ബി എന്റർടൈനിങ്, ദ ഗെയിം ഷുഡ് ബി എക്സൈറ്റിംഗ്. ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് CD Projekt Redന്റെ തന്നെ സൈബർ പങ്കിനെ കുറിച്ച്. ആ ഒരു ഗെയിം ഞാൻ ഫിനിഷ് ചെയ്തായിരുന്നു. ആ ഒരു ഗെയിം കളിച്ചപ്പോഴും എനിക്ക് ഇതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് വേൾഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, നല്ല ഗ്രാഫിക്കലി കിടുവാണ്, കുറെ ക്യാരക്ടേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരുപാട് കട്ട് സീൻസ്, ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ട്. പക്ഷേ ഗെയിം പ്ലേ വൈസ് സൈബർ പങ്കും എനിക്ക് അത്ര എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല. അതിലെ കോമ്പാറ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് വിച്ചർ 3 പോലെ ഭയങ്കര ഈസിയാണ്, ഭയങ്കര ബേസിക് ആയിട്ട് ഫീൽ ചെയ്തു. മൊത്തത്തിൽ CD Projekt Red ഒരുപാട് അറ്റൻഷൻ സ്റ്റോറിക്കും ക്യാരക്ടേഴ്സിനും വേൾഡ് ബിൽഡിങ്ങിനും കൊടുത്തിട്ട് ഇതേപോലെയുള്ള ഗെയിം പ്ലേ എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ അവർ അറ്റൻഷൻ കുറവ് കൊടുക്കുന്നത് പോലെ എനിക്ക് ഇതിനു മുമ്പും ഫീൽ ചെയ്തിട്ടുണ്ട്. സൈബർ പങ്കിൽ ആ ഒരു നൈറ്റ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനെല്ലാം അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ വിച്ചർ 3ലേക്ക് വരുമ്പോൾ ഈ ഒരു സാധനം അതും സമ്മതിക്കില്ല. എന്തായാലും ഞാനിപ്പോ പറഞ്ഞത് മൊത്തം എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്, ഇതൊരു റിവ്യൂ ആയിട്ട് പറഞ്ഞതല്ല. വിച്ചർ 3 ഒരു മോശം ഗെയിം ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എനിക്ക് ഈ ഒരു ഗെയിം പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്നെ പോലെ ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടാനവർ, ഇതിൽ തൃപ്തിയാവാനവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.